മോദി സർക്കാരിന്റെ കാലത്തെ റെയിൽവേ വികസന നേട്ടങ്ങളെ പുകഴ്ത്തി പറഞ്ഞ് കൊടിക്കുന്നിൽ സുരേഷ് എംപിയും NK പ്രേമചന്ദ്രൻ എംപിയും കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കുന്ന പരിപാടിയിലായിരുന്നു എംപിമാരുടെ മോദി പ്രീണനം. മോദിയുടെ സർക്കാരിന്റെ കാലത്തെ എണ്ണിയാലൊടുങ്ങാത്ത റെയിൽവേ വികസന നേട്ടങ്ങളെപ്പറ്റിയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷിന്റെ വിവരണം. വേളാങ്കണ്ണി തിരുപ്പതി ട്രെയിനുകൾ അനുവദിച്ചതും റെയിൽവേയുടെ സമഗ്ര വികസനവുമെല്ലാം കൊടിക്കുന്നിൽ സുരേഷ് പ്രശംസിച്ചു. UPA ഭരണകാലത്ത് കേന്ദ്രമന്ത്രിയായിരുന്ന കൊടിക്കുന്നിൽ സുരേഷാണ് മോദി ഭരണകാലത്തെ റെയിൽവേ വികസന നേട്ടങ്ങളെ വാനോളം പുകഴ്ത്തിയത്. തിരുപ്പതി ടു ചെങ്ങന്നൂർ എന്ന എന്റെ നിർദ്ദേശം റെയിൽവേ ബോർഡ് പരിശോധിക്കുകയും തത്വത്തിൽ അത് അംഗീകരിക്കുകയും ചെയ്തു. 1.5 വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ ചേർന്ന റെയിൽവേ ടൈം ടേബിൾ കമ്മിറ്റിയിൽ ഈ ട്രെയിൻ സർവീസിനെ കുറിച്ച് ചർച്ച വരികയും ആ ചർച്ചയിൽ ഇത് അംഗീകരിക്കുകയും ചെയ്തു. നമ്മുടെ പ്രപ്പോസൽ അംഗീകരിച്ചു. വളരെ സന്തോഷമുണ്ട്. നമ്മളുടെ ചെങ്ങന്നൂർ തിരുപ്പതി ചെങ്ങന്നൂർ എന്ന ആവശ്യം റിജക്ട് ചെയ്യാതെ തന്നെ നമ്മുടെ പ്രപ്പോസലിൽ അമെൻമെന്റ് വരുത്തി അത് കൊല്ലത്തുനിന്ന് ആരംഭിക്കാൻ തീരുമാനിച്ചത്. റെയിൽവേയെ കോർപ്പറേറ്റുകൾക്ക് വിറ്റുതുലയ്ക്കുന്നു എന്ന ആക്ഷേപത്തിന് വിധേയരായ മോദി സർക്കാരിനെയും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണുവിന്റെ പ്രവർത്തനങ്ങളെയും NK പ്രേമചന്ദ്രൻ MP വീണ്ടും നന്ദി പറഞ്ഞ് സ്തുതിച്ചു. പെരിനാട് സ്റ്റോപ്പ്, തെന്മല സ്റ്റോപ്പ് ഉൾപ്പെടെയുള്ള 3 സ്റ്റേഷനുകളിലെയും സ്റ്റോപ്പുകളുടെ പുനഃസ്ഥാപിച്ചതോടുകൂടി കോവിഡിന് മുമ്പുണ്ടായിരുന്ന മിക്കവാറും സ്റ്റോപ്പുകൾ മുഴുവൻ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ പുനഃസ്ഥാപിച്ചെടുക്കുന്നതിന് നയപരമായ തീരുമാനമെടുത്ത് പ്രാവർത്തികമാക്കി ബഹുമാനപ്പെട്ട കേന്ദ്ര റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ് അദ്ദേഹത്തെ ഇത് എന്ത് പറഞ്ഞ് ഏത് ബ്രാൻഡിലുള്ള പറഞ്ഞാലും അദ്ദേഹത്തോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും ചാരിതാർത്ഥ്യം കൂടി കൊല്ലം ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗമെന്ന നിലയിൽ പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ട് അതേസമയം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ റെയിൽവേയുടെയും കൊല്ലം MPയുടെയും തട്ടിപ്പാണ് നടക്കുന്നതെന്നാരോപിച്ച് കൊല്ലം മേയർ പ്രസന്ന എണസ്റ്റിന്റെ നേതൃത്വത്തിൽ കൊല്ലം കോർപ്പറേഷൻ കൗൺസിലർമാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നുകൊണ്ട് ഈ രാജ്യത്ത് ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള കുതന്ത്രങ്ങൾ മെനയുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയോടൊപ്പം തന്നെ ആഹാരം കഴിച്ചുകൊണ്ട് കൊല്ലത്തെ ജനങ്ങളെ വഞ്ചിക്കാൻ നിൽക്കുന്ന ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് ഈ പരിപാടിയുടെ മാമാങ്കത്തിന് നേതൃത്വം കൊടുത്ത ശ്രീ NK പ്രേമചന്ദ്രനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് കേരളമാണെന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കാൻ പാടില്ല. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.